പറയേണ്ടത് അവള് പോയിട്ട് എന്നെ പീഡിപ്പിക്കുന്നു പറഞ്ഞതല്ല, അല്ലെങ്കിൽ എന്റെ അടുത്ത് മോശമായി പെരുമാറുന്നു പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഈ രീതിയിലൊക്കെ പറയാന്ന് വെച്ചായിട്ടാണ് അതിനെ കണ്ടാ പറയുവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പാവം പോലെ ഇരിക്കുന്നത്. ഈ ആൺകുട്ടികൾക്ക് ഈ രീതിക്ക് തോന്നുകയാണെങ്കിൽ, മോശമായി പെരുമാറാൻ തോന്നുകയാണെങ്കിൽ അത് അവരുടെ തെറ്റാണ്, ആണുങ്ങളുടെ തെറ്റാണ്. ഈ ആണുങ്ങൾ തന്നെയാണ് ഇത് പറയുന്നത്, അത് മനസ്സിലാക്കണം. നമ്മുടെ കഷായം ഗ്രീഷ്മയെ ആർക്കും അറിയാത്തുണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ആർക്കും അറിയാത്തുണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഗ്രീഷ്മയുടെ വസ്ത്രധാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ഫുള്ള് മറച്ചിട്ടാണ്, ഷാളൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടും അതുപോലെ ഒരു ട്രഡീഷണൽ ലുക്കാണ് ആളെ മൊത്തത്തിൽ കാണാനായിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടിയെ കണ്ട ആർക്കെങ്കിലും തോന്നി ഇതൊരു കൊലപാതകയാണ്, ഇത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് ഇതിനെ കണ്ടാ പറയും, ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന അതിനെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസമാണ് ഒരു വലിയൊരു കാര്യം, അതായത് ഇത്രയും കാലം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് വെച്ചാൽ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് തന്നെ ശത്രുക്കൾ. അതെന്താണ് ഞാനിപ്പോ പറയാൻ കാരണമെന്ന് വെച്ചാല്, ഞാനിപ്പോ അടുത്തൊരു വീഡിയോ കണ്ടായിരുന്നു. അതായത് ഒരു ചാനലിന്റെ ഒരു പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ അതിൽ സ്ത്രീകളുടെ റെസ്പോൺസ് കേട്ടപ്പോ എനിക്ക് മതിയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരൊക്കെ എത്രത്തോളം എന്താ പറയാ, യാതൊരു പുരോഗമനം വന്നിട്ടില്ലല്ലോ ഇവർക്ക് എന്ന് എനിക്ക് തോന്നിപ്പോയത്. കാരണം ഇവരടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. എന്താന്ന് വെച്ചാല്, സ്ത്രീകളുടെ വസ്ത്രധാരണമാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ പീഡനം കൂടി വരാനുള്ള കാരണമായി മാറുന്നത്? അപ്പൊ മിക്ക സ്ത്രീകളും, അതായത് അതിലൊരു 90 അല്ലെങ്കിൽ 80% സ്ത്രീകളും പറയുന്നത് ഈ ഒരു ഡയലോഗാണ്, അതെ സ്ത്രീകളുടെ വസ്ത്രധാരണം തന്നെയാണ് അതിന് കാരണമാകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരാളുടെ വസ്ത്രധാരണം വെച്ചിട്ടാണോ ആ വ്യക്തിയുടെ സ്വഭാവം നമ്മൾ നോക്കുന്നത്? ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ വസ്ത്രധാരണം വെച്ചിട്ടാണോ? കാരണം ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, ഗ്രീഷ്മയുടെ കാര്യം തന്നെ. നമ്മളെ കഷായം ഗ്രീഷ്മയെ ആർക്കും അറിയാത്തുണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ആർക്കും അറിയാത്തുണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഗ്രീഷ്മയുടെ വസ്ത്രധാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ഫുള്ള് മറച്ചിട്ടാണ്, ഷാളൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടും അതുപോലെ ഒരു ട്രഡീഷണൽ ലുക്കാണ് ആളെ മൊത്തത്തിൽ കാണാനായിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടിയെ കണ്ട ആർക്കെങ്കിലും തോന്നി ഇതൊരു കൊലപാതകയാണ്, ഇത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് ഇതിനെ കണ്ടാ പറയും, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതിനെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ഒരു വ്യക്തിയെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട അയാളുടെ വസ്ത്രധാരണം വെച്ചിട്ടല്ല. ഇതിപ്പോ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇയാൾ ഇങ്ങനെ ആയി മാറുന്ന. ആ ഒരു ലുക്ക് കണ്ടിട്ട് ഇവരൊക്കെ അയ്യോ പാവം കുട്ടി, ഒരുപാട് പേര് ഇപ്പോഴും പറഞ്ഞു. എന്നാലും ആ കുട്ടിയുടെ വസ്ത്രധാരണം ഒക്കെ കണ്ടില്ല, എന്തൊരു നീറ്റായിട്ടാണ്, അതിനെ കണ്ടാ പറയുവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പാവം പോലെ ഇരിക്കുന്നത്. ഈ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരൊക്കെ പാവമാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുറച്ച് മോഡേൺ ആയിട്ട്, അതായത് കുറച്ച് ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട്സോ അല്ലെങ്കിൽ ജീൻസും ക്രോപ്പ് ടോപ്പോ ഒക്കെ ഇടുന്നവരൊക്കെ എന്താ ദുഷ്ടരാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവര് വന്നിട്ട് അന്ന് വീഡിയോ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ പബ്ലിക് റെസ്പോൺസിൽ പറയുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഇവര് പറയുന്നത് 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല, ഇവരൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കും. ഇവരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എന്നാ പീഡിപ്പിച്ചോ എന്ന് പറയുന്ന രീതിയിലാണ് ഇവര് ഡ്രസ്സ് ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ചേച്ചി, ഈ പറഞ്ഞ ചേച്ചിയെ കുറിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ പറഞ്ഞ ചേച്ചി ഉടുത്തിരിക്കുന്ന സാരിയാണ്. ചേച്ചി പറയുന്നുണ്ട് സാരിയോ ചുരിദാറാണ് മാന്യമായിട്ട് നമ്മൾ ധരിക്കേണ്ട വസ്ത്രം, അല്ലാതെ ഇറുകി പിടിച്ച ഡ്രസ്സോ അല്ലെങ്കിൽ ഷോർട്സോ അവിടെ കാണിച്ച് ഇവിടെ കാണിച്ചിട്ടൊന്നുമല്ല നമ്മൾ ഇടേണ്ടതെന്ന് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ചേച്ചിയെ സാരി ഉടുത്തതാണ് അതിനും വലിയ കോമഡി. അത്യാവശ്യം ആളുടെ ശരീരഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ആള് പറഞ്ഞു കേട്ടോ, ശരീരഭാഗമൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളത്. എന്നിട്ട് ആള് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്? ഈ പറയുന്ന ആൾക്കാരെ ചെയ്യുന്നത് എന്താണ്, എന്നിട്ട് വേറെ ഉള്ളവർ കുറ്റം പറയുന്നു. നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്താ കംഫർട്ട് ആയിട്ടുള്ളത് അതാണ് നമ്മൾ ധരിക്കേണ്ടത്, അല്ലാതെ വേറെ ഉള്ളവർ പറയണമെന്ന് കേട്ടിട്ടാണ് നമുക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് പറ്റിയൊരു കാര്യത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയാം. അതായത് അവള് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ കൂടെയുള്ള ഒരു കുട്ടി അവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി. അവൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു, തിരിച്ച് നല്ലൊരു പണി കൊടുത്തു, കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കുടുംബത്തിലും അതുപോലെ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്നു അവളുടെ കുടുംബത്തില്. അപ്പോ ഞാനൊരു ഫംഗ്ഷന് വേണ്ടി പോയതാണ്, എന്റെ ഒരുപാട് അടുത്തൊരു സുഹൃത്താണ്. അപ്പോ ആ ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോ അവൾ അത്യാവശ്യം ഇറുകിയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ജീൻസും ടീഷർട്ടും ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ക്രോപ്പ് ടോപ്പ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ട് അവിടുത്തെ ഒരു ആന്റി പറയുന്നത് ഞാൻ കേട്ടതാണ്, ആ കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, വെറുതെ അല്ല അവളുടെ അടുത്ത് ആ ചെറുക്കം മോശമായിട്ട് പെരുമാറിയത്, അവളുടെ ആ ഡ്രസ്സിങ് കണ്ടാൽ തന്നെ ചെയ്യാൻ തോന്നില്ല, ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാട്ടാൻ തോന്നൂലേന്ന്. എനിക്ക് മനസ്സിലാവണില്ല ഈ പെണ്ണുങ്ങൾ തന്നെ ഇത് പറയുന്നത്. എന്താണ് ഇവർക്ക് മാറ്റം? ഞാനൊരു സ്ത്രീയാണ്, ഞാൻ സമ്മതിക്കുന്നത്. നീ ഒരു പെണ്ണല്ല, നീ എന്തിനിപ്പോ വന്നിട്ട് പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും, എനിക്കറിയാം. പക്ഷെ എനിക്കിത് പറയാതെ വയ്യ. എനിക്കത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാരണം ഒരു പെണ്ണാണ് ഈ പറയുന്നത് ആ പെൺകുട്ടിയെ പറ്റി, ഒരു കുട്ടീനെ എടുത്ത് മോശമായിട്ട് ഒരാണ് പെരുമാറി. അപ്പൊ ഇങ്ങനെയാണോ പറയേണ്ടത്? അവള് പോയിട്ട് എന്നെ പീഡിപ്പിക്കുന്നു പറഞ്ഞതല്ല, അല്ലെങ്കിൽ എന്റെ അടുത്ത് മോശമായി പെരുമാറുന്നു പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഈ രീതിയിലൊക്കെ പറയാന്ന് വെച്ചാൽ നമ്മുടെ നാടിന് യാതൊരു പുരോഗമനവും ഇല്ലാന്ന് തന്നെ വേണം പറയാനായിട്ട്.
ഇപ്പൊ ആ വീഡിയോന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിൽ മിക്ക ആൾക്കാർ ഇത് പറയുന്നത് പെൺകുട്ടികളുടെ വസ്ത്രധാരണമാണെന്ന്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഇപ്പൊ ഈ കുഞ്ഞു കുട്ടികളെ, 1 വയസ്സ് 2 വയസ്സായിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ പ്രായമായ മുത്തശ്ശിമാരെയൊക്കെ പീഡിപ്പിക്കുന്ന അവരുടെ വസ്ത്രധാരണം കണ്ടിട്ടാണോ അവർക്ക് മോശമായിട്ടുള്ള അനുഭവം വരുന്നത്? ഇവര് ഡ്രസ്സിങ്ങിലാണോ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഈ റിപ്ലൈ കൊടുത്ത് ഇവർ ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്തതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇവരുടെ പെൺമക്കളെ എന്തായാലും 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറ്റും, ഇവർക്ക് സാരി ചുരിദാർ ഇട്ട് കൊടുക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയൂ, സ്ത്രീകൾ തന്നെയല്ലേ സ്ത്രീകൾക്ക് ശത്രുക്കളായിട്ടുള്ളത്? ഇവരുടെ ഈ ഒരു കാഴ്ചപ്പാട് മാറേണ്ടേ? നമ്മൾ സ്ത്രീകളാണോ കാരണമായിട്ടുള്ളത്? പുരുഷന്മാരെ കാര്യം ഞാൻ എടുത്തു പറയണം, അവരിത് പറഞ്ഞേ പറ്റും. ആ വീഡിയോയില് പുരുഷന്മാര് പറയുന്ന കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നി. കാരണം എന്താന്ന് വെച്ചാല് അവർ പറയുന്ന ഇതാണ്, അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണത്, പെൺകുട്ടികൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ള അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്. ആൺകുട്ടികൾക്ക് ഈ രീതിക്ക് തോന്നുകയാണെങ്കിൽ, മോശമായി പെരുമാറാൻ തോന്നുകയാണെങ്കിൽ അത് അവരുടെ തെറ്റാണ്, ആണുങ്ങളുടെ തെറ്റാണ്. ഈ ആണുങ്ങൾ തന്നെയാണ് ഇത് പറയുന്നത്, അത് മനസ്സിലാക്കണം. അവര് വരെ ഈ രീതിക്ക് പറയുന്നുണ്ട്. പെണ്ണുങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞ, മൊത്ത സ്ത്രീകളെയും ആക്ഷേപിക്കുകയല്ല ഞാന്. പക്ഷെ ഇത്രയും ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്, യാതൊരു പുരോഗമനവും ഇല്ലാത്ത ആൾക്കാർ. ഒന്ന് ഷോർട്സ് ഇട്ടാൽ അല്ലെങ്കിൽ ഒന്ന് കാല് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവള് മോശമായവളാണ്, ഒന്ന് സ്ലീവ്ലെസ് ഇട്ടാൽ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവള് മോശമായവളാണ്. എന്തിനാണ് ഇങ്ങനെ ഈ രീതിക്ക് ഇപ്പോഴും കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആണുങ്ങളുടെ റെസ്പോൺസ് കേട്ടപ്പോഴാണ് ഒരു സമാധാനമായത്. അവർക്കെങ്കിലും ഒരു മാറ്റമുണ്ട്. അതും പറയുന്നത് പ്രായമായവര്, 70-60 വയസ്സായ ആൾക്കാർ വരെ. നമ്മൾ പറയാറുണ്ട് വീട്ടിൽ പ്രായമായവരൊക്കെ ഉള്ളതാണ്, അപ്പൊ ഡ്രസ്സ് ചെയ്യുമ്പോൾ നോക്കി കണ്ട് ഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഈ പ്രായമായ മുത്തശ്ശന്മാരൊക്കെ തന്നെയാണ്, അച്ഛന്മാരൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇഷ്ടത്തിനാണ് അവർ ഡ്രസ്സ് ചെയ്യേണ്ടത്. അതൊരു കാരണമല്ല ആണുങ്ങൾക്ക് മോശമായിട്ട് അവരുടെ അടുത്ത് പെരുമാറാനായിട്ടുള്ളതെന്ന്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, സ്ത്രീകൾ തന്നെയാണോ ഇതിന് കാരണമാകുന്നത്? ഈ ഒരു ചിന്താഗതി മാറണ്ടേ? നമ്മുടെ വസ്ത്രധാരണമാണോ ഇതിന് കാരണമായിട്ടുള്ളത്? ഒരിക്കലുമല്ല. എന്റെ ഒരു അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഗ്രീഷ്മേന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആ കുട്ടിയുടെ ഡ്രസ്സിങ് എടുത്ത് നോക്കി മനസ്സിലാവും. ഫുള്ള് കവറായിട്ട് ഷാളൊക്കെ ഇട്ടിട്ട് നല്ല പട്ടുപാവടയൊക്കെ ഇട്ടിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആളെ കണ്ടാ പറയുന്നുണ്ടോ? എല്ലാരും ഇപ്പൊ ഇതന്നെയല്ലേ പറയുന്നത്, നല്ല നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനെ കണ്ടാ പറയും ഇങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നേരെ മറിച്ച് കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആളാണെങ്കിൽ പറയും അവൾ അന്നേ പിഴച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയും. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതാണ് ചോദിക്കാനുള്ളത്, ഒരാളുടെ ഡ്രസ്സിങ് കണ്ടിട്ടാണോ അയാളെ ജഡ്ജ് ചെയ്യേണ്ടത്? ഒരാളുടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ല, അല്ലാതെ ഡ്രസ്സിങ്ങിലാണോ കാര്യം ഇരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോസുമായിട്ട് കാണാവുന്നതാണ്.